അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോമ്പ് കാലത്ത് പകൽ മുഴുവൻ ഉന്മേഷം നിലനിർത്താൻ അത്താഴ സമയത്തും നോമ്പ് തുറയിലും കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പങ്കുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ തന്നെ എണ്ണയിൽ കുളിച്ച സമൂസ, പഴംപൊരി തുടങ്ങിയ പലഹാരങ്ങളും മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ട പോലെയുള്ളവയും പൂർണ്ണമായും ഒഴിവാക്കുക. ഇവ ദഹനത്തെ തടസ്സപ്പെടുത്തും. അതുപോലെ തന്നെ സർബത്തുകളും നിറം ചേർത്ത മധുരപാനീയങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി അതിനു പകരം നാച്ചുറലായ ജ്യൂസുകളും മോരും വെള്ളവും ഉൾപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ കാരക്കയോ ഈത്തപ്പഴമോ ഒരിത്തിരി വെള്ളമോ കൊണ്ട് നോമ്പ് തുറക്കുക. പ്രധാന ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലേറ്റിനെ നാം മൂന്നായി തിരിക്കുക. അതിലൊരു ഭാഗം സലാഡുകളും പപ്പായ, ആപ്പിൾ തുടങ്ങിയ പഴങ്ങളും ഉൾപ്പെടുത്താം. രണ്ടാമത്തെ ഭാഗത്ത് നാം പ്രധാനമായും പ്രോട്ടീൻ ലഭിക്കാൻ വേണ്ടി കറിവെച്ച മത്സ്യമോ ഇറച്ചിയോ മുട്ടയോ കടല, പയർ വർഗ്ഗങ്ങളോ ഉൾപ്പെടുത്താം. ബാക്കിയുള്ള ഭാഗത്ത് മാത്രം നാം അപ്പമോ പത്തിരിയോ ചോറോ കഴിക്കുക. അന്നജം കുറച്ച് പ്രോട്ടീനും നാരുകളും വർദ്ധിപ്പിക്കുക. വയറിന്റെ 1/3 ഒഴിച്ചിടുക. അത്താഴ സമയത്ത് പകൽ മുഴുവൻ ഉന്മേഷം ലഭിക്കാൻ വെള്ളച്ചോറിന് പകരം നുറുക്ക് ഗോതമ്പോ മട്ടയരിയോ ഉപയോഗിക്കാം. അതുപോലെ ഓട്സും നല്ലതാണ്. കൂടാതെ പ്രവാചക സുന്നത്തായ ഈത്തപ്പഴം ഉൾപ്പെടുത്തൽ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ദഹനത്തിനും ദാഹശമനത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചുരങ്ങ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്.